നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം നസീർക്ക, ബിജുക്കോട്ടൻ ചേട്ടാ ആൻഡ് മണിക്കുട്ട. സ്വാഗതം. ആദ്യത്തെ സ്കിറ്റ് ഇറക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ ടീം കോഴിക്കോട്. കോഴിക്കോട് റെഡി ആയതിപ്പോണ്ട്. ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതിൽ ഒരാൾ മാറിയിട്ട് വേറെ ആൾ കയറുന്നുണ്ട്. അതിലുണ്ട് അക്ഷയുണ്ട് പതിവ് പോലെ. കൂട്ടത്തിൽ സിസിമോളോടെ ഒരു നല്ല കൈഡി. നിറതിങ്കളെ നറുപൈതലേ ഇനി എന്നുമെൻ പൊന്നുണ്ണിയല്ലേ തുടങ്ങിയോ? ഇപ്പൊ വേദന തുടങ്ങിയില്ല. പെട്ടെന്നൊരു വേദന വന്നാലേ നിങ്ങൾ ആരെങ്കിലും ഓടി വരുമോന്ന് അറിയാൻ വേണ്ടി ഞാൻ ട്രയൽ അടിച്ചു നോക്കിയതാ. അവളുടെ ഒരു ട്രയല് ഞാന് തിയേറ്ററിന് ഓടി വരുന്നേ അറിയോ എനിക്ക്? അതാ കുഴപ്പം. എന്നീ കട്ടിലേലിരുത്തിയിട്ട് നിങ്ങൾ സിനിമ പോയേക്കല്ലേ? ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. എന്താ സിസ്റ്റർ ഇപ്പൊ ഒരു ഇഞ്ചക്ഷൻ? നീ ഇപ്പൊ ഒരു തിയേറ്റർ കോമഡി അടിച്ചില്ലേ, അത് ഒരിക്കലും അടിക്കാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ ആണ് ഇത്. അതൊക്കെ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് കേട്ട് ഭാവി തലമുറയെ നശിക്കാൻ പോകുന്നു. അതെ, ഞാൻ അപ്പുറത്തെ വാർഡിലേക്ക് പോവാണ്. എനിക്ക് എനിമ കൊടുക്കാനുണ്ട്. സിസ്റ്ററെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു പോത്തും കൂടി ഉണ്ട്, അതിനും കൂടി കൊടുക്കോ. രണ്ട് കച്ചവടം ഒരുമിച്ചെടുക്കുമല്ലോ. എനിക്ക് ഇനി കളയാൻ ഇഞ്ചക്ഷൻ ഇല്ല. നീ അനുഭവിക്കണം. നിനക്ക് അങ്ങനെ തന്നെ വേണം. സിസ്റ്റർ ഇങ്ങനെ ചൂടാവല്ലേ? ഇതിന്റെ ആദ്യത്തെ പ്രസവമല്ലേ? രണ്ടാമത്തെ പ്രസവമാകുമ്പോ സിസ്റ്റർ കണ്ടോ, ഞാൻ കിടക്കും. എന്റെ പൊന്നു മോളെ, ആദ്യം ഈ പടം ഒന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് പോരെ അടുത്ത പടത്തിന്റെ ഓഡിഷൻ. അങ്ങനെയല്ല. അതെ, ഇന്നലെ രാത്രി മൊത്തം കൊച്ചു ഭയങ്കര ചവിട്ടും തൊഴിയൊക്കെ ആയിരുന്നേ. അതൊക്കെ ഉണ്ടാവും. ഈ ഗർഭസ്ഥ ശിശു വയറ്റി കിടക്കുന്ന രണ്ടവസ്ഥയിലാ. അതെങ്ങനെയാ? ആദ്യത്തെ 5 മാസം ആന്റണിനെ പോലെ സൈലന്റ് ആക്കി പാവായിരിക്കും. പിന്നത്തെ 5 മാസമാണ് ബാബു ആന്റണിനെ പോലെ ചവിട്ടും കുത്തും തുടങ്ങുക. അപ്പൊ ഇപ്പൊ ബാബു ആന്റണി ആണല്ലേ? അല്ല, നിന്റെ ഹസ്ബൻഡ് എവിടെ പോയി? അതെ, ഞാൻ ചേട്ടനൊന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടേക്കാം. ശരി, നല്ല മനുഷ്യനാണല്ലോ. ഓൻ ഇവിടെ നിന്നെ ആക്കിയിട്ട് ഓൻ പോയി. അതെന്താന്നറിയോ സിസ്റ്ററെ? ഇന്നലെ എന്റെ ചേട്ടൻ കിടന്നുറങ്ങിയതേ ആ മരത്തിന് താഴെയാണേ. ചേട്ടന്റെ മേത്താണെങ്കിൽ കാക്ക തൂറി ആയ അവശതയൊക്കെ ആയിട്ട്. നിങ്ങൾക്ക് അതിനു വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തൂടെ? പിന്നെ നീ ഇവിടെ പ്രസവിക്കാൻ കിടക്കുന്നുണ്ട് വിചാരിച്ചു ഞാൻ എല്ലാ കാക്കേന്റെ മൂട്ട് കൊണ്ടേ പ്ലാസ്റ്റർ ഒട്ടിക്കാടി. പിന്നെ കാക്കൊന്നും തൂറണ്ടേ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ കൂട്ടിരിപ്പാരിക്ക് കിടക്കാൻ വേണ്ടിട്ടേ അവിടെ എന്തെങ്കിലും ഒന്ന് പണിതിട്ടൂടെന്ന്. അത് ഞാൻ തീരുമാനാക്കാം. സിസ്റ്ററെ, എനിക്ക് പ്രസവിക്കണ്ട സിസ്റ്ററെ, എനിക്ക് പ്രസവിക്കണ്ട സിസ്റ്ററെ. പ്രസവിക്കാണ്ട് നീ വായിക്കൂടെ കക്കിടാനാണോ പ്ലാൻ? എനിക്കിവിടെ കിടക്കാൻ വയ്യേ, എനിക്കിവിടെ കിടക്കാൻ വയ്യേ. വീട്ടിൽ അടങ്ങി ഒതുങ്ങി കിടന്നാൽ ഇവിടെ വന്ന് കിടക്കേണ്ട ആവശ്യം ഉണ്ടേനോ? പേടിയായിട്ടും വയ്യ. അമ്മടെ കുഞ്ഞ് പേടിക്കണ്ടാട്ടാ. അമ്മ ഒരു പാട്ട് പാടിത്തരാം. കണ്ണിൻ വാതിൽ ചാരാതെ കണ്ണാ നിന്നെ കണ്ടോട്ടെ, എണ്ണാതോരോ മുത്തം ഞാൻ തന്നോട്ടെ. മുത്തശ്ശി എന്തെങ്ങനെ ഇവിടെ എത്തിയേ? എങ്ങനെ തോന്നിയടി നിനക്ക് എന്നോട് ഇത് മറച്ചു വെക്കാൻ? എങ്ങനെ മറച്ചു വെച്ചാൽ ഒരു നാൾ ഇത് പുറത്തു വരൂ എന്നുള്ളത് സത്യമാണ്. നിനക്ക് ഗർഭമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു വേണോടി? ഞാനറിയാം നീ ഗർഭിണിയാണെന്നറിഞ്ഞു ഞാൻ നിന്റെ വീട്ടിൽ പോയി. അവിടെ നീ ഇല്ല. ഇറങ്ങിങ്ങട് വീട്ടിക്ക്. മുത്തശ്ശി, എനിക്ക് മുത്തശ്ശിനെ പേടിയാ, ഞാൻ വരൂല. 99 പ്രസവെടുത്ത ഒരു അന്തസ്സുള്ള വയറ്റാട്ടിയാ ഞാന്. ഈ കിടക്കുന്നത് എന്റെ സെഞ്ചുറിയാ. അങ്ങനെ ഇത് വിട്ടുകളയാൻ ഞാൻ സമ്മതിക്കൂല. ഇറങ്ങിങ്ങട് വീട്ടിക്ക്. മുത്തശ്ശി, ഞാൻ ആശുപത്രി കിടന്ന് പ്രസവിച്ചോളാം. എന്റെ പൊന്നു മോളെ, സെഞ്ചുറി അടിക്കുന്നതിന്റെ കഷ്ടപ്പാട് നിനക്ക് പറഞ്ഞാ മനസ്സിലാവൂല. അതെനിക്കും സച്ചിൻ തെണ്ടുൽക്കറിനെ മാത്രമേ അറിയൂ. അതാ ഞാൻ പറയുന്നത്. മുത്തശ്ശി എടുത്തു തരാം. ഇറങ്ങിങ്ങട് വീട്ടിക്ക്. മുത്തശ്ശി, അതെന്താന്നറിയോ? മുത്തശ്ശിക്ക് ഇപ്പൊ കണ്ണ് പോലും കാണാൻ പറ്റൂല. എനിക്ക് പേടിയാ. എന്തിനാടി ഒരു വയറ്റാട്ടിക്ക് കണ്ണ്? എനിക്ക് കൈവഴക്കുണ്ടല്ലോ, അതുപോലെ. അല്ല വരെ മുത്തശ്ശി എങ്ങോട്ടാ പോകുന്നേ? ഒരു പ്രസവപാടല്ലേ കിടക്കുന്നത്. ഈ ചാകര കണക്കിലാണ്. ഇതൊരു 100 തികച്ച് ഒരു 150 കൂടെ ഒപ്പിച്ചേ ഞാൻ പോവും. പൊന്നു മുത്തശ്ശി, ഞാൻ അവരുടെ വായിലിരിക്കണം കൊണ്ട് കേൾക്കണ്ട. ഇങ്ങോട്ട് വാ. അല്ലല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത്, എന്റെ മുമ്പിൽ വരുമ്പോ ഇങ്ങനെ മുറുക്കി തുപ്പി വരരുതെന്ന്. ആരടി മുറിക്കിയത്? ആരടി മുറിക്കിയത്? കണ്ടാലേ എനിക്കറിയാം. നീ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ കരുതി ഓടിപ്പടച്ച് വന്നതാ ഞാൻ. എന്നിട്ട് ചില്ലുള്ള വാതിൽ മുത്തശ്ശി കണ്ടില്ല മോളെ. നായി പോലത്തെ സെക്യൂരിറ്റിയോട് പറഞ്ഞില്ല. നന്നായി കണക്കായി പോയി. അതാ ഞാൻ പറഞ്ഞ ഈ ആസ്പത്രി ഒന്നും കൊള്ളൊന്നുമില്ല. അത് മുത്തശ്ശിക്ക് എങ്ങനെ അറിയാം? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അനാവശ്യ വാർഡ് കിടക്കുന്ന ഒരു ചെക്കൻ. അത്യാസന വാർഡ്.
എന്നും പറഞ്ഞ് എന്നെ മാടി മാടി വിളിക്കുക. ഞാൻ ഓടിച്ചെന്ന് ഓന്റെ മുഖത്ത് വെച്ച പ്ലാസ്റ്റിക്കിന്റെ മൂടി പൊക്കിയിട്ട് എന്തായി മോനെ, എന്താ വേണ്ട? ചേക്കൻ്റെ കണ്ണൊക്കെ ചോന്നു. ഒന്നുമില്ല, ഓന്റെ മുന്നിലെ TV വർക്ക് ചെയ്യുന്നില്ലടി. സിനിമയൊന്നുമില്ല, ഒരു വര, ഒരു ചാട്ട, ഒരു താഴ്ച, വര, ഒരു ചാട്ട, ഒരു താഴ്ച, പിന്നെ അതൊരൊറ്റ വര. എന്റെ ദൈവമേ, CG മെഷീൻ. ഞാനൊരു കാര്യം പറഞ്ഞ മുത്തശ്ശിയാന്നൊന്നും ഞാൻ നോക്കൂലട്ടോ. എന്റെ നാടുകെട്ടരുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടോ പോളുന്നതൊക്കെ? എന്റെ നാടുകെട്ടരുണ്ടായിരുന്നെങ്കിൽ നാട് മൊത്തം നടന്ന് എനിക്ക് ഗർഭം കൊണ്ട് തരുന്നതിന്. മൂപ്പരില്ലാത്തതുകൊണ്ടല്ലേ എനിക്ക് സ്വയം ഇറങ്ങി വർക്ക് പിടിക്കേണ്ടി വരുന്നത്. കണ്ടോ ദൈവമേ, സ്വന്തം വീട്ടിലെ വർക്ക് പോലും എനിക്ക് കിട്ടുന്നില്ലേ. പോട്ടെ, ഇങ്ങനെ കരയല്ലതി ആൾക്കാരൊക്കെ നോക്കുന്നെന്ന്. അത് പോട്ടെ. എന്നാ നാണുകെട്ടന്, എന്റെ നാണുകെട്ടൻ എങ്ങനെയാ മരിച്ചതെന്ന് എനിക്കറിയോ? എനിക്ക് കേക്കണ്ട പോ. ഒരു കൗണ്ടർ അടിച്ച് കേറ്റാന്ന് വിചാരിക്കൂല. എനിക്ക് കരിക്ക് ഇഷ്ടാന്ന് പറഞ്ഞപ്പോ കള്ളും കുടിച്ച് ബോധമില്ലാതെ തെങ്ങാന്ന് കരുതി ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ കയറി ബൾബ് വലിച്ചൂരിയതാ. പിറ്റേന്ന് KSEB നാള് വന്ന് ചാത്ത വവ്വാലാന്ന് പറഞ്ഞു തോണ്ടിട്ടപ്പോഴാ ഞാൻ അറിയുന്നത് അതിന്റെ നാടുകെട്ടനായിരുന്നു. കരയല്ലേ മുത്തശ്ശി. ചിതാഭസ്മം ഹിമാലയത്തിൽ ഒഴുക്കണം എന്നായിരുന്നു എനിക്ക്. എന്റെ മുത്തശ്ശി ഒഴിക്കോ? ഓ, ഹിമാലയത്തിൽ പോയി കുളുമണാലി പോയി താജ്മഹൽ കണ്ട് പുട്ടുംകുറ്റി പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, കുത്തബ് മിനാർ. അവിടെയൊക്കെ പോയി തിരിച്ചു വന്ന് ഓരോരുത്തർക്ക് ഓരോ പൊതി കൊടുത്തപ്പോ തെക്കേല ലതക്കി കൊടുത്ത് മുത്തച്ഛന്റെ ചിതാഭസ്മായി. എന്നിട്ട് എന്താക്കാനാ, ഓൾ അതിനകത്ത് വെണ്ണീരെടുത്ത് 4 ചെരുവോ 3 അണ്ടാവും കെടുക്കി അടുക്കളപ്പുറത്തെ ചേനേന്റെ ബോട്ടിലേക്ക് ഒരു ഒറ്റ എന്നൊക്കെ പറഞ്ഞാലും മുത്തച്ഛന്റെ ആഗ്രഹം പോലെ നടന്നല്ലോ. അതെവിടെ? എതേന്റെ അടുക്കളപ്പുറത്ത്. അതൊക്കെയാണ് അപ്പൊ ഇവിടെ വരുന്ന കാര്യം. ഞാനിപ്പോഴും പറയുന്നത് ഇത് ഞാൻ എടുത്തരാ. ഇറങ്ങിക്കടേ മുത്തശ്ശി, ഞാൻ വരൂല. അല്ലെങ്കിൽ തന്നെ മുത്തശ്ശി എടുത്ത് ഏതെങ്കിലും പ്രസവം നന്നായിട്ടുണ്ടോ? ആരെങ്കിലും ഒരു നല്ല പൊസിഷനിൽ എത്തിയിട്ടുണ്ടോ? കൊള്ള, ഞാൻ എടുത്ത പ്രസവം പോട്ടെ, ഞാൻ കുളിപ്പിച്ച് എത്ര ആൾക്കാരാ വലിയ നിലയിലെത്തിയെന്നറിയോ? പിന്നെ ഞാൻ എന്നോടായതുകൊണ്ട് ഒരു കാര്യം പറയാം, വേറെ ആരോട് പറയരുത്. സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ കുളിപ്പിച്ചത് ആരാ? ഈ ഞാനാ. പണ്ട് നാടുകെട്ട് തിരുവനന്തപുരത്ത് ജോലിക്ക് പോകുന്ന സമയം മോഹൻലാലിനെ കുളിപ്പിക്കാൻ എന്നെ വിളിച്ച്, പൊന്നുമോളെ ഈ ആരോടും പറയല്ലേ, മുത്തശ്ശിന്റെ കയ്യിൽ നിന്ന് ഒരു കൈപ്പഴ പറ്റി മോളെ. കൈപ്പഴയാണ് മോഹൻലാലിന്റെ തോളിലുള്ള ആ ചെരുവ്. എന്റെ പൊന്നുമോള് കേട്ടത് കേട്ട് ഇതെങ്ങാനും ആന്റണി പെരുമ്പാവൂർ മുത്തശ്ശി എന്തോരം തള്ളായി കിടന്ന് തള്ളുന്നേ. ഒരു കാര്യം ചെയ്യ്, മുത്തശ്ശിയുടെ ഒരു ഫോട്ടോ എനിക്ക് ഇങ്ങ് തന്നേക്ക്. എന്തിനാ? ഇങ്ങോട്ട് ഓടി വന്നപ്പോ ഒരു ചില്ലിട്ട വാതിലുമ്പോ മുട്ടിന്ന് പറഞ്ഞില്ലേ, അവിടെ ഒട്ടിച്ച് വെക്കാനാ. എന്തിനാ? തള്ളുക എന്ന് എഴുതണ്ടല്ലോ. എന്നോട് തന്നെ പറയടി, നിനക്ക് വേണ്ടി ഒരു പ്രസവ രക്ഷ ഉറപ്പാക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് കേറിയത്. അതെന്ത് രക്ഷ മുത്തശ്ശി? എന്റെ മൂത്ത മോനോട് പറഞ്ഞ് നിന്റെ ഭർത്താവിന് 3 കൊല്ലത്തേക്ക് ഗൾഫിൽ ഒരു ജോലി ഞാൻ ഉറപ്പാക്കി. 3 കൊല്ലത്തേക്ക് നിനക്ക് പ്രസവത്തിൽ രക്ഷയല്ലടി അത്. നിനക്ക് അറിഞ്ഞൂടാ എന്താ എനിക്ക് ഇത്ര ഗർഭത്തോട് സ്നേഹം. എന്റെ മൂത്ത മോന് കാനഡ പോണെന്നും അമേരിക്ക പോണെന്നും പറഞ്ഞിട്ട് ഞാൻ വിട്ടില്ല. എങ്ങും വിടാതെ ഞാൻ വിട്ടത് പെറൂനാ. അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് ഈ പ്രസവത്തിന്. അറിയോ നിനക്ക്? മുത്തശ്ശി എന്തൊക്കെ കഥ ഇവിടെ കിടന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ ഈ ആശുപത്രി തന്നെ പ്രസവിക്കോളൂ. എന്ത് പറഞ്ഞാലും കാണണല്ലോ. ആരിവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നേ? അല്ല അത് ഞാനാ. നിങ്ങളെയോ? നിങ്ങൾ ഈ ഒച്ചപ്പാടും ബഹളവും കാരണം കോംപ്ലിക്കേറ്റഡ് ആയി കിടക്കുന്ന 4 പ്രസവം ഇപ്പൊ നടന്നത്. കണ്ടോ, ഒരു വയറ്റാട്ടിന്റെ സാന്നിധ്യം മതിയോടി ഒരു പ്രസവം നടക്കണമെങ്കിൽ ഞങ്ങളുടെ കണ്ണോ കയ്യോ വേണ്ട. അതെ പെണ്ണുമ്പിള്ളേ, നിങ്ങൾ ആരാ? ആരാടി നിന്റെ പെണ്ണും പിള്ള? വയറ്റാട്ടിയാ? എങ്ങനെ മനസ്സിലായി? എന്റെ വയറിന്റെ സൈഡിൽ വന്ന് ആറ്റിയപ്പോ മനസ്സിലായി. ആരാ ഇത്? അത് ഞങ്ങളുടെ വകയിലുള്ള ഒരു മുത്തശ്ശി. ഒരു വക തിരുവൂലാന്നേ. എന്റെ പൊന്നു വെള്ളക്കൊക്കെ, വെള്ളക്കൊക്കെ ഞാൻ പറയുന്നത് ഇവളെങ്ങോട്ട് തന്നേക്ക്, ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് പ്രസവിച്ച് കൊണ്ടുവന്നോളാം. അതെ, ഈ കുട്ടിയോ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് തള്ളയാ. ഈ തള്ള ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. 2ന് 2 പാത്രത്തിലാക്കാൻ എനിക്ക് അറിയാം. 2 പാത്രത്തിലാക്കി തരുന്നത് പൊറോട്ടയും ബീഫോ? അതല്ല, പ്രസവം ഞാൻ അടിപൊളിയായിട്ട് നടത്തി തരുമെന്ന്. അങ്ങനെയാണെങ്കിലേ എന്റെ ശവത്ത് ചവിട്ടിട്ടേ
പറ്റൂല. അതെന്തായാലും നന്നായി. മോർച്ചറിയിലേക്ക് ഒരു ശവം വേണമെന്ന് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നോക്കണ്ട. ഞാൻ സമ്മതിക്കില്ല. ഞാനിപ്പോഴും പറയുന്നു മോളെ, ഞാനിത് എടുത്തു തരാം. വേണ്ട മുത്തശ്ശി വേണ്ട, എനിക്ക് പേടിയാ മുത്തശ്ശിനെ. ഞാൻ ആശുപത്രി തന്നെ കിടന്ന് പ്രസവിക്കോളൂ. എന്റെ പൊന്നു ദൈവേ, എന്നെ ഒന്ന് സെഞ്ചുറി അടിക്കാൻ ഈ പെണ്ണ് സമ്മതിക്കൂലേ? എന്റെ പൊന്നു മോളെ, എന്നാ പിന്നെ നീ വിചാരിച്ച പോലെ നടക്കട്ടെ. എന്നാ മുത്തശ്ശേരി ഒന്ന് അടുത്തിരുത്ത് എന്റെ സെഞ്ചുറി പോകുന്നതൊന്ന് കാണാനെങ്കിലും എന്നെ അതാ ഞാൻ പറഞ്ഞ, ഇവിടെ കൂട്ടിയിരുന്നു എനിക്ക് വേണ്ടിട്ട്. കൂട്ടിരിക്കാം. എന്റെ കണക്ക് പുറത്തമ്മേ. എന്നാലും നീ എനിക്കിത് തന്നില്ലല്ലോ. 99 ഔട്ടാവുന്നതിന്റെ സങ്കടം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാക്കി. പിന്നെ നേരത്തെ പോലെ എന്നെ കളിയാക്കാനല്ലേ ട്രെയിൻ നോക്കല്ലേ? ഞാൻ നിന്റെ കൊച്ചു കളിക്ക് ഇല്ല, എനിക്ക് പണിയുണ്ട് കൊറേ. പുലി വരുന്നു പറഞ്ഞപ്പോ ഇപ്പൊ പുലി വന്നപ്പോ ആരും ഇല്ലാണ്ടായി പോയല്ലോ. ആര് പറഞ്ഞു മോളെ ആരും ഇല്ലാന്ന്? പ്രസവത്തിലെ പുലിയല്ലേ നിൽക്കുന്നത്. ഇത് ഞാൻ എടുത്തു തരൂ. കുഴപ്പമില്ല, അവിടെ കിടക്കും. ഒന്നുമില്ല. പൊന്നു മോളെ, ഒന്നുമില്ല. 43 for Sachin Tendulkar. It's one down to national number 1 New Zealand. Congratulations to Sachin Tendulkar. It's been an exhibition. അല്ല, പ്രസവം കഴിഞ്ഞോ? പിന്നെ ഞാൻ അത് അങ്ങോട്ട് എടുത്തു. അമ്മയോ? സുഖായിട്ടിരിക്കുന്നു. എന്നാ കുഞ്ഞു നിങ്ങത്താ ഇപ്പൊ തരേ. എന്തിനങ്ങനെ പൊക്കി കാണിക്കുന്നേ? സച്ചിനും എങ്ങനെയാ സെഞ്ചുറി എടുത്താൽ ബാറ്റ് നോക്കി കാണിക്കും. അപ്പൊ ഒരു സെഞ്ചുറി അങ്ങോട്ട് ഒപ്പിച്ച്. പിന്നെ അല്ല. നല്ല സ്കിറ്റായിരുന്നു അല്ലേ? അപ്പൊ നല്ല കൈയിടുതാ എടുക്കൂട്ടാ. ഓ അടിപൊളി. ഇതിനെങ്കിലും എഴുന്നേറ്റ് കൈയടിച്ചില്ലെങ്കിൽ എന്നെ ആൾക്കാരടിക്കും. നീറ്റ് സ്ക്രിപ്റ്റ്, നീറ്റ് പ്രസൻറ്റേഷൻ. നമുക്ക് ഈ വയറ്റാട്ടി എന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും മനോഹരമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ഒരു നൂൽപ്പാലത്തിൽ കൂടെ പോകുന്ന പോലെയാണ്. അങ്ങോട്ടും പോയി ഓവറായും അല്ലെങ്കിൽ കുറഞ്ഞു പോകും. പക്ഷെ എന്ത് ഗംഭീരമായിട്ടാണ് ബ്രോ അതിനെ എക്സിക്യൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ 3 പേര് അവരവരുടേതായ കൗണ്ടറുകളും അവരുടേതായ ഏരിയ കണ്ടെത്തി മനോഹരമായിട്ട് പെർഫോം ചെയ്ത് മനോഹരമായിട്ടൊരു എൻജോയ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. താങ്ക് യു കേട്ടോ. താങ്ക് യു നസീർക്ക. ഗംഭീരമായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാതെ ചിരിച്ചു. പണ്ട് ഇങ്ങനെ ഒരു തസ്തിക ഉണ്ടായിരുന്നു, പക്ഷെ അത് ഗവൺമെന്റ് അപ്രൂവൽ അല്ലായിരുന്നു. പ്രൈവറ്റ് ആയിട്ടുള്ള പരിപാടികളായിരുന്നു. ഇങ്ങനെയുള്ള വയറ്റാട്ടികളെ കിട്ടാൻ അന്ന് പാടുമായിരുന്നു. അന്ന് അതേപോലെ പ്രസവം നടക്കുന്ന കാലഘട്ടമായിരുന്നല്ലോ. 4, 5, 6, 7 കുട്ടികളൊക്കെയാണല്ലോ. അപ്പോൾ ഈ ഒരു വയറ്റാട്ടി ആയിരിക്കും ആ നാട്ടിലെ ഹെഡ് നേഴ്സ് എന്ന് പറയുന്ന ആള്. എന്തായാലും ആ വയറ്റാട്ടി എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് ഇത്രയും മനോഹരമാക്കി, ഇത്രയും കൗണ്ടർ നിറച്ച് എന്ത് എനർജിയിലാണ് എൻ്റെ വല്യമ്മേ, നമ്മുടെ ആസ്ഥാന വല്യമ്മ. എന്ത് എനർജി ആയിരുന്നു. ഇതിനു മുമ്പ് വല്യമ്മ ചെയ്ത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതൊരു വല്യമ്മ തന്നെയായിരുന്നു. വൈറ്റാട്ടിയുടെ പോർഷൻ ഞാൻ എവിടെയോ ഒന്ന് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് ഇതിനു മുമ്പ് ചെയ്തേ. പക്ഷെ അതിലൊക്കെ 100 മടങ്ങ് മേളിലായി ഇന്ന് ഇവിടെ ചെയ്തത്. കാര്യം ആഗ്രഹം അതാണ്, സെഞ്ചുറി അടിക്കുക എന്നുള്ളതാണ്. അത് സച്ചിനും നിങ്ങൾക്ക് മാത്രമേ അതിൻ്റെ വിഷമം അറിയാവുള്ളൂ. കാര്യം 99 ഔട്ടാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലൈമാക്സ് ആണ് ഏറ്റവും രസമായത് കേട്ടോ. ക്ലൈമാക്സ് ഒരു രക്ഷയില്ലാത്ത ക്ലൈമാക്സ് ആയിരുന്നു. ആ ബോർഡ് കൊണ്ടുപോയി മറച്ച് അതിൻ്റെ പുറകിൽ ആ ടൈമിങ്, ആ മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം കൂടെ വന്നപ്പോൾ ഒരു പ്രസവ വാർഡിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന കറക്റ്റ് ഫീലിംഗ് ആയിരുന്നു. മനോഹരമായിട്ട് 3 പേരും കേട്ടോ. 3 പേരും ഒരേ ഗണത്തിൽ പെടുന്നതുകൊണ്ട് 3 പേരെ സെപ്പറേറ്റ് പൊക്കി പറയേണ്ട കാര്യമില്ല. 3 പേരും കൂടെ ജോയിൻ്റ് ആയപ്പോഴാണ് ഈ സാധനത്തിന് ഇത്ര മനോഹരത ഉണ്ടായത് എന്ന് വേണം പറയാം. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതേപോലുള്ള സ്കിറ്റുകൾ, ഇതേപോലെ ചിരിക്കാനുള്ള നോൺ സ്റ്റോപ്പായിട്ട് ചിരിക്കാനുള്ള സ്കിറ്റുകളുമായിട്ട് വീണ്ടും വരിക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ബിജുകേട്ടൻ ചേട്ടാ. ഉഗ്രൻ. എനിക്ക് ആദ്യം പറയാനുള്ളത് ഇതിന്റെ ക്ലൈമാക്സ് ആണ്. കാരണം ഞാൻ എപ്പോഴും ക്രിക്കറ്റ് കാണും. സച്ചിൻ എല്ലാവർക്കും ആരാധനയാണ്. അദ്ദേഹം ഒരു റൺ എടുക്കാൻ, ഒരു 100 എടുക്കാൻ വേണ്ടി എത്ര സമയം, എത്ര കളി കളിക്കേണ്ടി വന്നറിയാമോ? അതിൻ്റെ പ്രയാസം നമുക്ക് ആ കളി കാണുന്ന ആൾക്കാർക്ക് അറിയാം. ആ പ്രയാസം തന്നെയാണ് ഈ വല്യമ്മക്കുള്ളത്. അല്ല, എനിക്കത് ഇവരുടെ പ്രസവം അല്ലെങ്കിൽ പോലും ആ വാർഡിലെ ഒരു പ്രസവമെങ്കിലും കിട്ടിയാൽ മതി എന്ന് ഞാൻ ഉദ്ദേശിച്ച. അത്രക്ക്
പെർഫെക്ഷൻ ആയിരുന്നു കേട്ടോ നിങ്ങള്. അത് ക്ലൈമാക്സ് ഗംഭീര ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സിന് തുടങ്ങണം നിങ്ങളെ കുറിച്ച് പറയണമെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ലാലേട്ടനെ കുളിപ്പിച്ച അയ്യോ ഈ ഒരു സാധനം വൈറലായി കഴിഞ്ഞാൽ പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയുള്ളൊരു കുറച്ച് ചേഷ്ടകൾ ഉണ്ടായിരുന്നു. ആരോടും പറഞ്ഞാക്കല്ലേ ആന്റണി പെരുമ്പാവൂർ ഇതെങ്ങാനോ അറിഞ്ഞ എന്റെ പൊന്നളിയ ബ്രില്യന്റ് ആയിരുന്നു കേട്ടോ തമാശ. ഉഗ്രം എടുത്തു പറയണം. അതെ, സിസ്റ്റേച്ചിന്റെ വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ സ്കിറ്റിന് ചേട്ടന്റെ വലിയൊരു സപ്പോർട്ട് ഞങ്ങൾക്ക്. ശശാങ്കേട്ടൻ അവിടെ ഇരുന്ന് കൈയടിച്ച് നമ്മളെല്ലാരും നോക്കുമ്പോ അറിയാം ശശാങ്കേട്ടന്റെ കൈകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ശശാങ്കൻ 100 അടിക്കണമെന്നുള്ള ആഗ്രഹത്തില പുറത്ത് നിന്ന്. വേറൊരു കേസിന് നമ്മ ചിരിക്കാൻ വേണ്ടിട്ട് ഒരിക്കലും ചിരിച്ചല്ല, നമ്മളെ ചിരിപ്പിക്കായിരുന്നു ശരിക്കും പറഞ്ഞാല്. ആ മരണമൊക്കെ എന്ത് വെറൈറ്റി മരണമാണ്. പിന്നെ ഈ പുലി വരുന്നേ എന്നുള്ള സംഭവമില്ലേ, അതൊരു ക്ലാസ് ആണ്. നിങ്ങൾ അനാവശ്യമായിട്ട് വിളിക്കേണ്ട ആവശ്യമില്ല. അവർ സമയം വരുന്നതോളും ഇങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു ഭയങ്കരമായിട്ടൊരു നോളജ് ആണ് നിങ്ങൾ. തീർച്ചയായിട്ടും അത് പറ്റിക്കപ്പെട്ടതിന്റെ പേരിലാണ് ഈ സെഞ്ചുറി അടിക്കാൻ പറ്റിയത്. അതൊക്കെ ബ്രില്യൻ്റ്. ഇതെനിക്ക് തോന്നുന്നു നിങ്ങളുടെ അവതരണത്തിലും തമാശയിലും അതുപോലെ നിങ്ങളുടെ പ്രകടനത്തിലും ഒന്നും പറയാനില്ല. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ കയ്യോടെ കാശോടെ കൊടുത്താൽ ഇവർക്ക് സന്തോഷമാവും. ആരാണ്? ഞാനല്ലേ തുടങ്ങിയത്, ഞാൻ തന്നെ പറയാം. 25 25,000. ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല. 27,000. 50,000 രൂപ ചേട്ടാ. സെഞ്ചുറി അടിച്ചല്ലേ, എന്തായാലും നമുക്ക് കൊടുത്താക്കാം. ഞാൻ ടോട്ടൽ എമൗണ്ട് നിങ്ങളുടെ പിന്നെ എത്രാമത്തെ ഗോൾഡൻ പഞ്ചാ? 2 ആകപ്പാടെ 3 ചെയ്തിട്ടുള്ളൂ. ഇവർ ഈ ടീമായിട്ട് സിസി ഫസ്റ്റ് ടൈം ഇവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നേ. അത് പറയണോ, എടുത്ത് പറയണം. തീർച്ചയായിട്ടും 2 പറയണം. അതെ, അതായത് ഞങ്ങളായിട്ട് ഈ പ്രാവശ്യമാണ് സിസ്റ്റേച്ച് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കണക്ട് ആവണം, ഞങ്ങൾ കണക്ട് ആയി ഇതെല്ലാം സെറ്റ് ആവണം. ഭയങ്കര എഫേർട്ട് സിസ്റ്റേച്ച് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് മീറ്റർ പറഞ്ഞു തരാനാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാണ് സിസ്റ്റേച്ച് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തത്. അതുപോലെ തന്നെ എനിക്ക് തിരിച്ച് മീറ്റർ പറഞ്ഞു തരാൻ വേണ്ടി ഇവന്മാരും കുറെ കഷ്ടപ്പെട്ടു. പറയാട്ടോ ഇല്ല, ഇവരുടെ കോഴിക്കോട് സ്ലാങ് കിടക്കുന്നോണ്ട് ചെറിയ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അയ്യോ ഞാൻ പറയുമ്പോ ഇനി ഇവരായിട്ട് മാറി നിക്കോ, അങ്ങനെ ഒരു സംഭവം എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ഒരു സ്ലാങ് ആണ് ആ സ്കിറ്റിന്റെ ഏറ്റവും വലിയ വൃത്തി എന്ന് പറയുന്നത്. ആ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് കൂടുതൽ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ പറ്റിയത്. പിന്നെ ഒരു കാര്യം പറയാണ്ട്, ഈ ഒരു ഫ്ലോർ ആയതുകൊണ്ട് എനിക്ക് എവിടെയാ പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന അതുലിന് വലിയൊരു കൈയടി ഞാൻ കൊടുക്കാൻ ഇതാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട് അവൻ. അതായത് അത് പോട്ടെ, പക്ഷെ അവൻ ഇത്രയും ഡയലോഗ് കാര്യങ്ങളൊക്കെ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ട് അവൻ പറഞ്ഞത്. അപ്പൊ അതിന് അവന്റെ ആ ഒരു ഡെഡിക്കേഷൻ ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ അതിന് ഒരുപാട് നന്ദി. ഒരുപാട് അതിന്റെ റിസൾട്ട് ആണ് ഞങ്ങൾ 12 വർഷമായിട്ട് അറിയുന്ന ആൾക്കാരാ. 12 വർഷം ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഇപ്പൊ ആദ്യമായിട്ട് ഇത്രയും ഒരു ലെങ്തി ഡയലോഗ് ഞാൻ ഇമോഷണൽ ആയിട്ട് ഇവനെ പറ്റി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എന്നും കച്ചറിയാ, പക്ഷെ ഇത്രയും ആദ്യമായിട്ടാണ് ഇവന്റെ ഒരു ഡെഡിക്കേഷൻ. ഇവനാണ് സ്കിറ്റിന്റെ ഒരു ഇത്. സത്യം. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, ഇവന്റെ പ്രൊഫഷൻ വൈസ് ഇവൻ നേഴ്സാ. ആദ്യമായിട്ടാണ് ഇവൻ അതേ വേഷം സ്കിറ്റ് ചെയ്യുന്നത്. അല്ല, അതുകൊണ്ട് ആധികാരികമായിട്ട് കുറച്ച് സാധനങ്ങൾ ആദ്യം പറയാൻ പറ്റി. അതെ അതെ, ആ മരുന്നിന്റെ പേര് അതൊക്കെ അല്ലേ. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ജോലിയിലാണ് എത്തിയിരിക്കുന്നത്. സിസിയുടെ ഫസ്റ്റ് ഗോൾഡ് ആണോ? അതെ, സിൽവർ ആയിരുന്നു. അയ്യോ ഒന്നും പറയാനില്ല. എനിക്ക് ആകെ നന്ദി പറയാനുള്ള ശശാങ്കനോട്. ഒത്തിരി കഷ്ടപ്പെട്ടു. ഞങ്ങളൊരു സ്ക്രിപ്റ്റ് കൊണ്ടുവന്നപ്പോ ഒരു കഥ പറച്ചിൽ പോലെയുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നുള്ളൂ. വലിയ കൗണ്ടർ കാര്യങ്ങൾ ഉണ്ടായില്ല, ഒരു അടുക്കും പെറുക്കും ഉണ്ടായില്ല. സെറ്റാക്കി ഇതിനകത്തുള്ള ആ സ്റ്റോറി അത് പഞ്ചാക്കി വെച്ചതും ശശാങ്കേട്ടന്റെ. അതിനൊരു നല്ലൊരു താങ്ക് യു ശശാങ്ക്. താങ്ക് യു ശശാങ്കേട്ടാ. എല്ലാവർക്കും സന്തോഷമായില്ലേ? വളരെ സന്തോഷം. അമ്മച്ചി അടുത്ത സ്കിറ്റിൽ കാണാം. ഓക്കേ, നൈസ് സിസി. ബൈ ബൈ. താങ്ക് യു ബോയ്സ്. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001-9001-56 8000-8001-20.
കർമ്മി, ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം? എന്റെ അടുത്ത് ചോദിക്കുന്നതിന് ചെയ്തു വെച്ചോന്നോണ്ട് നിൽക്കില്ല, അവന്റെ അടുത്ത് ചോദിക്കും. തമ്പത്തെ ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണാടാ. അച്ഛന്റെ കർമ്മത്തിന് വേണ്ടി പിണ്ടച്ചോറ് ഉരുട്ടി വെച്ചപ്പോ അതെടുത്ത് കഴിക്കാന്ന് പറഞ്ഞു. ആരെങ്കിലും ചെയ്യും? ജീവിച്ചിരുന്ന സമയത്ത് അങ്ങേര് പാത്രത്തിൽ ഒരു ഉരുളൊട്ടി അടിച്ചു കഴിഞ്ഞാൽ നീ കൈട്ടെടുത്ത് തിന്നും. മരിക്കപ്പോഴെങ്കിലും ഒരു ഉരുളൊട്ടി കൊടുക്കാൻ സമ്മതിക്കൂലോ? സമ്മതിക്കില്ല. അളി ഒരു കാര്യം മനസ്സിലാക്കണം. വെളുപ്പാങ്കാലത്ത് അളിയനല്ലേ വിളിച്ചോടത്തി ഇവിടെ കൊണ്ടുവന്നു. ഒരു കാലിച്ചായ പോലും കുടിച്ചിട്ടില്ല, അറിയാമോ? എന്റെ മുമ്പ് ഈ നെയ്യിൽ പെരട്ടി എണ്ണു എടുത്തിട്ട് കഴിഞ്ഞാൽ താരായിരുന്നാലും തിന്നൂല. കർമ്മി, ഒന്നും കൂടെ ഉരുട്ടി കറക്കിയൊന്ന് വിടാവോ? ഞാൻ ശരവണ ഹോട്ടലല്ല നടത്തണം. നീ ഇതിന് ഓരോ കാര്യങ്ങളും രീതികളും ഉണ്ട്. ഇനി ഇത് നടക്കണമെങ്കിൽ ത്രിസന്ധി ആവണം, മനസ്സിലായില്ലേ? ത്രിസന്ധി? പിന്നെ പ്ലൂട്ടോയെ ശുക്രൻ വളയണം. ഈ ശുക്ര ആളെങ്ങനെ ഇടുക്ക് സാധനമാണ്. പ്ലൂട്ടോയ്ക്ക് 10-250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വളച്ചെടുക്കാൻ പറ്റുമോ? അതെങ്ങനെയെങ്കിലും ഒന്ന് ഇതെന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? ഇതൊരു കർമ്മമാണ്. ഇനി ത്രിസന്ധി സമയത്ത് മാത്രമേ മുഹൂർത്തമുള്ളൂ, അപ്പോഴേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാത്തിനും കാരണം നിന്റെ ആർത്തിയാണ്. എന്തിനാ നീ ആർത്തി കാണിക്കുന്നത്? നിനക്ക് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഇഡ്ഡലി സാമ്പാർ ഞാൻ മേടിച്ച് തരൂലടാ വീട്ടില്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിന് മുമ്പ് എവിടെയെങ്കിലും വച്ചിട്ട് ഇതുപോലെ പിണ്ടച്ചോറെടുത്ത് തിന്നിട്ടുണ്ടാ? തിന്നിട്ടുണ്ട്. നമ്മളെ അപ്പാപ്പന്റെ കർമ്മത്തിന് ഞാൻ ഈ പിണ്ടച്ചോറ് എടുത്ത് തിന്നു. അന്താ അവിടുത്തെ കർമ്മി പറഞ്ഞെന്താണെന്നറിയാമോ? ഇനി 50 വർഷം കഴിഞ്ഞാലേ ഇനി കർമ്മം നടക്കാവുന്നു. അല്ല, ഇങ്ങനെ എടുത്ത് കഴിച്ചോണ്ട് ഞാൻ ചോദിക്കുക, ഇനി വല്ല കൊക്കോ പുഴുവിന്റെ പ്രശ്നമാണോ? കൊക്കോ പുഴുവൊന്നും അല്ല. എനിക്കൊന്നും യമഹ ബൈക്കിന്റെ എഞ്ചിനാണ്ട വയറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ എടുത്ത് തിന്നുവാണെങ്കിലും ഏതെങ്കിലും മനുഷ്യർ കഴിക്കുന്ന കാര്യമാണ്. എന്തായാലും മുടങ്ങാനുള്ള കർമ്മം മുടങ്ങി. ഇനി എല്ലാം ഒന്നേന്ന് ചെയ്യണം. കൃത്യമായിട്ട് പറഞ്ഞു തന്നാലേ എനിക്കത് ചെയ്യാൻ പറ്റൂ. ഈ മരിച്ച നിങ്ങളുടെ അച്ഛന് ആഗ്രഹം വല്ലതും സാധിക്കാതെ ആണോ പോയത്? അല്ലല്ല, ആഗ്രഹമൊക്കെ സാധിച്ചിട്ടാ പോയത്. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞൊരു മൊബൈൽ ഫോൺ വേണോന്ന് പറഞ്ഞാ ഞാൻ കിടുക്കാച്ചി ഒരു ഐഫോൺ മേടിച്ചു കൊടുത്തായിരുന്നു. അതെ, ഈ ഐഫോൺ തന്നെയാണ് സത്യം പറഞ്ഞ അച്ഛന്റെ ജീവൻ എടുത്തത്. ഐഫോൺ ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നു, ഇങ്ങനെ ഒരു വിളി. ഞാൻ നേരെ ഒരു 108 കയറ്റി ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുവന്നപ്പോ ഡോക്ടർ ഐസിയുല് അങ്ങ് കയറ്റി. ഐസിയു കയറ്റി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. അപ്പൊ ഒരു നേഴ്സ് വന്ന് പറയുന്നു, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് സംഭവം, ഒരാളെ പേര് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അയ്യോ, എന്റെ പേരായിരിക്കും. എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്റെ അച്ഛന്. അളിയന്റെ പേരൊന്നും അല്ല. അപ്പൊ ചേച്ചിയുടെ പേരായിരിക്കും. ചേച്ചിയുടെ പേരും അല്ലെന്ന്. അല്ലെങ്കിൽ ഭാര്യയുടെ പേര്? അവരാരെ പേരല്ല, ഒരു മൊട്ട ജോണി എന്ന് പറഞ്ഞ ഒരാളിന്റെ പേരാണ് അവർ പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞ അങ്ങനെ ഒരാൾ നമ്മുടെ കുടുംബത്തിലില്ല. മൊട്ട ജോണി ഇല്ല. ഞാൻ വന്ന് പലയിടത്തും ചോദിച്ചെന്ന്, ഇവരെല്ലാം ഈ പേര് ചോദിക്കുമ്പോ തിരിഞ്ഞു കിടക്കുക. അതാരായിരിക്കും? കർമ്മിക്കറിയോ? പൊട്ട ജോണിയെ പിന്നെ അറിഞ്ഞൂടത്തത് എന്റെ സീനിയർ അല്ലേ, അമേരിക്കയിലെ വലിയ കർമ്മിയാണെന്ന്. ഒട്ടേലെ കൂടോത്രോണ് മെയിൻ. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. മാനസിക സമ്മർദ്ദം വല്ലതും ഈ പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. കാരണം 3-4 മാസങ്ങൾക്ക് മുമ്പ് നമ്മളെ കുളക്കടവിന്റെ അവിടെ കുറെ പെണ്ണുങ്ങൾ അച്ഛനെ നനഞ്ഞ തോളത്തിന് അടിച്ചിട്ടുണ്ട്. നനഞ്ഞ തോളത്തിന് അടിച്ച് അങ്ങനെ മാനസിക സമ്മർദ്ദം വരും? സമ്മർദ്ദം വരും. നമുക്ക് ഏകദേശം ഒരാഴ്ചയോളം വെളിയിറക്കാൻ തോന്നൂല. ഒരു മന്ദാരവും തലയ്ക്കൊരു മന്ദാരവും. നമുക്ക് ഇവിടുന്ന് ഒരു ചീവിട് പോകണൊക്കെ ഒരു സൗണ്ടും വരും. പിന്നെ അത് മാത്രമല്ല, ഈ നട്ടലിന്റെ ഇവിടെ ഇല്ലേ, ഇങ്ങനെ നീളത്തിന് വേദന ഇറങ്ങി വന്ന് നീര് കെട്ടി കിടക്കും. ഉപ്പുകല്ല് അനത്തി പിടിച്ചാലേ ഇത് മാറും. നിനക്ക് അങ്ങനെ അറിയാം? ഇതാണ് ഒരു കാര്യം പറയുമ്പോ അത് എങ്ങനെ അറിയാം? അവസാനം കറങ്ങി തിരിഞ്ഞ് പെണ്ണുങ്ങളെ തോർത്തിനടിയുള്ളത് എന്നതാക്കും അല്ലേ? അതിനല്ലേ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, പരേതന എങ്ങനെ? 6 അടി പൊക്കമുണ്ട് അച്ഛന്. 6 അടി പൊക്കമുണ്ടെങ്കിൽ കർമ്മം തുടങ്ങുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാണ്. എവിടുന്ന് തുടങ്ങണോ ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. കുഞ്ചുവരലിൽ തുടങ്ങാം. ഇത് പട്ടായല മസാജ് സെന്റർ അല്ല, കർമ്മം. കുഞ്ചുവരലിൽ തുടങ്ങാം. നിങ്ങൾ പെട്ടെന്ന് കർമ്മം ചെയ്യും. എനിക്ക് പെട്ടെന്ന് കോവിലകത്ത് പോവാനാണ്. കോവിലകത്ത് ഒരുപാട് കീഴ്വഴക്കങ്ങൾ ഉണ്ടേ. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് എന്റെ പെരുപ്പ് ഇളവണത്. സത്യം കർമ്മി, ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടി വെച്ചിട്ട് ഇതുപോലെ കോവിലകമെന്നും പറഞ്ഞാണ് പെണ്ണ് കെട്ടാൻ വേണ്ടി ഞാൻ വന്നത് എവന്റെ വീട്ടില്. കോവിലകത്തെന്നും പറഞ്ഞു. നേരെ ഞാൻ നോക്കിയപ്പോ ഒരു മരച്ചീനി വിള ഇങ്ങനെ നിരന്ന് കിടക്കുന്നു. മരച്ചീനി നിരത്തി കിടക്കുന്നു. അതിന്റെ സെന്ററിൽ ഒരു നീല ടാർപ്പ. ഞാൻ വണ്ടി കൊണ്ട് വെച്ചപ്പോ ഈ കോവിലകത്തെ രാജാവും രാജ്ഞിയും കൂടെ ഇറങ്ങി വന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കണം, നിങ്ങളിവിടെ വണ്ടി കൊണ്ട് വെച്ചാൽ നമ്മൾ അവിടെ കിടക്കാം എന്ന്. നിങ്ങളിവിടെ വണ്ടി കൊണ്ട് വെച്ചാൽ നമ്മൾ അവിടെ കിടക്കാം എന്ന്. എന്തോ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. അമ്മക്കൊന്നും അറിഞ്ഞൂടെ? മനസ്സിലായില്ല കോവിലകത്തിന്റെ അവസ്ഥ. അഭ്യാസമൊക്കെ അറിയുന്ന ആളാണോ? അഭ്യാസം അറിയുന്ന ആളാണോന്നോ? ഞായറാഴ്ച വരണം. ഞായറാഴ്ച എന്ന് പറഞ്ഞ ഒരു ദിവസം അണ്ണാച്ചി വരുന്ന സമയത്താണ് ഇവന്റെ അച്ഛന്റെ അഭ്യാസം. ഇതുപോലെ അഭ്യാസം കാണിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് ഇവിടെ കർമ്മം ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. ഒന്നാമത് എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ ഊട്ടി നിന്നലെ കർമ്മം കഴിഞ്ഞിട്ട് വന്നതാണ്. ഈ തണുപ്പത്ത് അവിടെ കാക്കയൊക്കെ വരൂ. എടാ, ഒരു ഇല അങ്ങോട്ട് വെട്ടി വെച്ച് ഉരുട്ടി അങ്ങോട്ട് ഉരുള വെച്ച് കഴിഞ്ഞാൽ
സെറ്റർ ഇട്ട കാക്ക പറന്നു വന്നത് കൊത്തും. ഞാൻ മര്യാദക്ക് പറഞ്ഞു ഞാൻ ഇത് എടുത്ത് കഴിച്ച വിഷയം നീ സത്യം പറഞ്ഞ എന്തിനാണ് ഇതെല്ലാം കാണിക്കുന്നത്? എന്തിനാണ് കാണിക്കുന്നത്? ഒരു മര്യാദ എന്ന് പറഞ്ഞ ഒരു സാധനം. അല്ലാതെ അവനെ ചുമ്മാ ഇങ്ങനെ വഴക്ക് പറഞ്ഞ ഒരിക്കൽ വഴക്ക് പറഞ്ഞില്ലേ അത് വിട്. ഇവരെടുത്ത് കഴിച്ചോണ്ടല്ലേ ഇതെല്ലാം കേൾക്കേണ്ടി ഞാൻ വിളിക്കാം, സമയമാകുമ്പോ ഞാൻ വിളിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയില്ല ഓരോ കാര്യങ്ങള് അല്ലെ ഞാൻ പറയാം. നമ്മുടെ വസ്തുവിന്റെ വീടിന്റെ കാര്യം ഞാൻ പറയാം. അളിയ 20 സെന്റും വീടും എന്റെ പേരിൽ അങ്ങ് എഴുതി തന്നേക്കണം. അയ്യോ അത് പറ്റില്ല. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഈ വീടും വസ്തു എനിക്ക് ഇഷ്ടദാനം തരാന്ന് പറഞ്ഞതാ. ജീവിച്ചിരുന്നപ്പം പുള്ളിക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നല്ലോ. ഇഷ്ടദാനം തരണം പുള്ളി. അതല്ലെന്ന് അതെനിക്ക് വേണോ? ഞാൻ ഇളയ മോനല്ലേ അളിയാ, എനിക്കല്ലേ വേണ്ടത്? നിങ്ങൾക്ക് വീടുണ്ടല്ലോ വേറെ. എനിക്ക് ഇതിൽ അവകാശം ഇല്ലേ അളിയ? എനിക്ക് ഞാൻ ഒരു കാര്യം പറയാം. സത്യം പറഞ്ഞാൽ എന്റെ അച്ഛനെ പോലെയുണ്ട ഞാൻ എന്റെ വൈഫിന്റെ അച്ഛനെ കണ്ടു. ഞാൻ വേറൊരാളായിട്ട് കണ്ടു. ഞാൻ ആ മനുഷ്യന്റെ സത്യം ഇച്ചിപ്പോ ഇന്ന് വരെ പറഞ്ഞിട്ടില്ലടാ. ഈ ഞാൻ ഫോട്ടോ വേണേ കർമ്മം ചെയ്യാൻ പരേതിന്റെ ഒരു ഫോട്ടോ പറയുമ്പോഴേ ഇത് തന്നെ മുണഞ്ഞോ. അപ്പൊ നല്ല ജീവിതം അങ്ങനെ ഒരു നല്ല മനുഷ്യൻ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് മൊത്തമുള്ള 20 സെന്റ് 2 നില വീടാണ്. അപ്പൊ 10 സെന്റ് എന്റെ പേരിൽ 10 സെന്റ് തരാം. 10 സെന്റ് അളിയെടുത്തോ? ഞാൻ എടുത്തോളാം. മുകളിലത്തെ നില അളിയനെടുത്തോ? അല്ല ഒരു കാര്യം ചോദിച്ചോട്ടാ, ഈ മരിച്ചുപോയ ആളെ ഇവിടെ വല്ല മറകു വല്ലതും ഉണ്ടായിരുന്നാ? ഓ മറുകുള്ള ആള് തന്നെ, മറുകുള്ള ആള്. അപ്പൊ അത് തന്നെ. മേളം നില അളിയന് താഴെ നില എനിക്കും. ഓക്കെ 10 സെന്റ് കറക്റ്റ് ആയിട്ട് വീതിക്ക്. അല്ല ഒരു കാര്യം ചോദിച്ചോട്ടാ, ഈ മരിച്ചുപോയ ആളെ ഇവിടെ ടാറ്റു വല്ലതും ശൂലത്തിന്റെ ടാറ്റു വല്ലതും കുത്തിയിട്ടുണ്ടോ? അപ്പൊ നമുക്ക് അങ്ങനെ തീരുമാനിക്കാം. വലിയ മാമയെ കൊണ്ട് സമ്മതിപ്പിക്കേണ്ടത് നമ്മുടെ അല്ല പേപ്പർ വർക്ക് ഒക്കെ ചെയ്യണം, പെട്ടെന്ന് ചെയ്യണം. അതെ അതെ. ഒരു കാര്യം ചോദിച്ചോട്ടാ, ഒരു മിനിറ്റ് നിൽക്കണേ. ഇവൻ എന്തൊക്കെ ഉണ്ട്? എന്താ കാര്യം എന്തോന്നാണ്? വീതം വയ്പ് കഴിഞ്ഞാ? അല്ലല്ല സംസാരിച്ചപ്പോ ഇടയിൽ കയറി വന്നത്. അല്ല എങ്ങനെ വീതം വയ്ക്കാൻ പരിപാടി? രണ്ടാക്കാനുള്ള പരിപാടിയാ. പറ്റൂല, അത് മൂന്നാക്കണം. മൂന്നാക്കുന്ന എന്ത് തന്നെ? നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളു. 12 വർഷം മുമ്പ് എന്റെ അമ്മയെ ഉപേക്ഷിച്ച് പോയ ആളാ ഞാൻ കണ്ടുപിടിച്ച് പച്ച മടലിനടിച്ച് കിടത്തണം അവനെ. അവനെ കണ്ടുപിടിച്ചെങ്കിൽ ഇതാണ് എന്റെ അച്ഛൻ. അയ്യേ അതെന്തേര് കർമ്മി ഇത് എന്തോന്ന് പറയണത്? എന്റെ അച്ഛനാണെന്നത്. നിങ്ങൾ ഇത് കൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ആവശ്യമില്ലാത്ത കാര്യം പറയണം. ഇത് അച്ഛനാ, എന്റെ അച്ഛനെന്ന്. 20 സെന്റ് 2 നില വീടെന്ന് കണ്ടപ്പോ അച്ഛനെ മാറ്റി പറയുന്നത്. നിങ്ങൾ ഇതെന്തോ പറയുന്നത്? ഇത് മോശമുള്ള കാര്യമാണ്. ഞാൻ ഒരു കാര്യം പറയാം. എങ്ങനെയെങ്കിലും ആണ് ഒരു 10 സെന്റ് ഒരു വീട് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കാൻ നോക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ വേറെ ഒരുപാട് നല്ല പണക്കാർ വരും. നല്ല അച്ഛനെ നോക്കി പറഞ്ഞാడు കേട്ടോ. എന്റെ പൊന്നേ, അല്ല എന്റെ അച്ഛനാണെന്ന്. നിങ്ങൾ അച്ഛനാണെന്ന് പറയുന്നത് നിങ്ങൾ അത് തെളിവാ? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്റെ ചേട്ടന്മാരെ വിളിച്ച് ചോദിക്കാലോ. നിന്റെ ചേട്ടന്മാരെ വിളി. എന്റെ ചേട്ടന്മാരെ വിളിക്കാം. അല്ല കർമ്മി ഒരു നിമിഷം പറയണ കേക്കണ സമ്പത്തെ. ഈ ചേട്ടന്മാരെ വിളിക്കാൻ നിൽക്കണ്ട. ഒരു സൈഡ് വെച്ച് നോക്കുവാണെങ്കിൽ നിന്നെക്കാട്ടിയും ഫിഗറാണ് നിന്റെ അച്ഛന്റെ ഫിഗർ കർമ്മിക്കുണ്ട്. വേറെ കൊണ്ടല്ല പറയുന്ന. അഥവാ ഈ ചേട്ടന്മാര് വന്നു കഴിഞ്ഞാൽ 20 സെന്റ് നാഴി കളന്ന് കൊടുക്കേണ്ടി വരും. അതല്ലേ പറഞ്ഞ വിളിക്കണ്ടെന്ന് പറ. വിളിക്കണ്ട. നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. നമുക്ക് അങ്ങനെ വിശ്വസിച്ച് ഉറപ്പിക്കാനൊന്നും പറ്റത്തില്ല. അല്ല അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല. ഈ ആകെ 20 സെന്റ് 2 നില വീട് എങ്ങനെയാ നമ്മള് 3ആയിട്ട് തിരിക്കുക? ഞാൻ ഒരു കാര്യം പറയാം. വീതിക്കുന്നെങ്കിൽ 3ആയിട്ട്. ഒന്നാമത് എനിക്ക് എന്റെ അച്ഛനെ കിട്ടിയ സന്തോഷത്തിൽ നിൽക്കുകയാണ് ഞാൻ. ഇല്ലെങ്കിൽ ഞാൻ ഇത് കേസാക്കും. അതങ്ങനെ കേസൊന്നും ആക്കേണ്ട കാര്യം. നമ്മള് 2 മക്കളാണ്. ഫോൺ ഞാൻ പറയാം. നിന്റെ അച്ഛൻ ഇതിന് മുമ്പ് എവിടെയായിരുന്നടാ? ഒരു 6 മാസമൊക്കെ മുമ്പ് ബോംബെയിലായിരുന്നു. ബോംബെയിൽ അവിടെ എന്തോ ജോലിയായിരുന്നു? അവിടെ ഫില്ലർ വാർപ്പായിരുന്നു ജോലി. അയാൾക്ക് ഫില്ലർ വാർപ്പല്ലായിരുന്നു പണി. പിന്നെ അവിടെ പിള്ളേരെ വാർപ്പായിരുന്നു. ആ വീട്ടിലൊരു 12 പേര് ബോംബെ വന്ന് നിൽക്കുന്ന. അയ്യോ പിന്നെ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഈ വസ്തു 3ആയിട്ട് വീതിക്ക്. അതല്ലെങ്കിൽ മുംബൈ ഇന്ത്യൻസ് ടീമിന് പോവടാ മൊത്തം സ്വത്തും. എന്റെ പൊന്നേ, ഒരു നല്ല കൈയടി ചേട്ടാ. ചെലവരാജേ, ചേട്ടാ, ശ്രീജു, ശ്യാമേ, ഇപ്പൊ കുറച്ച് സ്കിറ്റുകളായിട്ട് സൈലന്റിലാണ് തുടങ്ങണത്. ആ തുടക്കമൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന ഉടനീളം കൗണ്ടർ തമാശകളുടെ എലമെന്റ് കുറവായ പോലെ എനിക്ക് തോന്നിയിട്ടാ. ക്ലൈമാക്സും ഈ പറഞ്ഞ പോലെ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യാത്ത ഒരു പോലെ തോന്നി. പക്ഷെ ഈ കണ്ടന്റ് നല്ല കണ്ടന്റ് ആയിരുന്നു. ഒരു ഉരുളയും കൂടി ഉരുട്ടി വെക്കാൻ പറയുമ്പോൾ ഞാൻ എന്താണ് ശരവണ ഭവൻ അതൊക്കെ പറയണത് ഇതിനോടനുബന്ധിച്ചുള്ള ചേർക്കാൻ പറ്റിയ കോമഡികളായിരുന്നു. അപ്പോൾ അതേപോലത്തെ കോമഡികൾ കുറേയും കൂടിയും ചെയ്യായിരുന്നു. ഇത് നല്ലൊരു ക്ലൈമാക്സും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വമ്പൻ സ്കിറ്റായേനെ. അധികം ഇനി പറയാനൊന്നുമില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരം ആക്കണോട്ടാ. കാരണം ആളുകൾ ഒരുപാട് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മണിക്കൂട്ടാ. ഗംഭീര സ്കിറ്റായിരുന്നു. ഞാൻ കുറേയൊക്കെ എൻജോയ് ചെയ്തു. കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു ഇവർ പറഞ്ഞതുപോലെ. താങ്ക് യു നസീർക്ക. ആ തുടക്കം ഒരു 2-3 മിനിറ്റ് നല്ല രസമായിരുന്നു. ആ ഒരു 3 മിനിറ്റിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു.
മധ്യഭാഗവും ക്ലൈമാക്സും. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ കൗണ്ടറുകളും വരുന്നുണ്ട്. പക്ഷേ ഒന്നും ഒരു അടുക്കില്ലാതെ പോയി. ഈ അച്ഛൻ മൂന്നാമത് ഒരാൾ അച്ഛനുണ്ടെന്നറിയുമ്പോഴാണ് സാധനം ഇരുന്ന് പോയത്. അവിടെ തൊട്ട് സാധനം അങ്ങ് തളർന്നു. പിന്നെ അതിൻ്റെ അകത്ത് കളിച്ച് കയറ്റാനായിട്ടുള്ള ഏരിയകളും അവിടെ കിട്ടിയിട്ടില്ല. എൻ്റെ ഒരു നോട്ടത്തിൽ കൗണ്ടറിന് നല്ല ക്ഷാമമുണ്ട്. ആദ്യത്തെ ആ 3 മിനിറ്റ് വെച്ച് അങ്ങ് പോയിരുന്നെങ്കിൽ ഇത് വേറെ സ്ഥലത്ത് പോയി ഞാൻ 10 പ്രാവശ്യം അത് മാറ്റിയെടുക്കണം. അടുത്തതിൽ ശരിയാക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോ ഇതിന്റെ മാർക്സ് ആരാണ് ആദ്യം? മണിക്കുട്ടാ 8,000 രൂപ. ഞാൻ ഒരു 7,000 രൂപ കൊടുക്കാം. 15,000 രൂപ. ചെറുക്ക അപ്പോൾ ബാക്കി ഇതാ കിടക്കും. വേണ്ട പിടിച്ചോ. 35,000 രൂപ. എല്ലോട്ടാ, നമുക്ക് അടുത്ത പ്രാവശ്യം ഇരട്ടി വാങ്ങിക്കണം. ഓക്കെ ശ്രീജു. ഓക്കെ, അങ്ങനെ ഇന്നത്തെ സ്കിറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് തൽക്കാലം എല്ലാവരും സുഖമായിട്ട് പോയി കിടന്നുറങ്ങുക. ന്യൂ ആതിരനിലാവിന്റെ ഹർഷധ്വനി അവരാണ് നമുക്ക് ഇന്ന് ഓഡിയൻസ് ആയിട്ട് വന്നത്. അടിപൊളിയായിരുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ ഇതിലും നല്ല സ്കിറ്റുകളുമായിട്ട് നിങ്ങളെ ചിരിപ്പിക്കാൻ നമ്മുടെ ആർട്ടിസ്റ്റുകൾ വരും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.